ദൈവ തിരുനാമത്തിന് മഹത്വം. എവിടെ പോയാലും കൂടെ ഒപ്പം കൊണ്ട് നടക്കുന്നൊരു കഥയുണ്ട്. കഥയല്ല, ജീവിതമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇംഗ്ലണ്ടിൽ ജീവിച്ച ധനികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ പേര് ഫാർമൂസി എന്നാണ്. കൊട്ടാരങ്ങളുടെ അകത്തളങ്ങളിൽ സർവ്വസന്നാഹങ്ങളോടുകൂടി ജീവിച്ച ഒരു ചക്രവർത്തിയെ പോലെ, രാജാവിനെ പോലെ വാണിരുന്ന ഫാർമൂസി ഒരിക്കൽ പോലും തൻ്റെ കിടക്കയോട് ചേർത്ത് വച്ചിരിക്കുന്ന കറുത്ത ചട്ടയിട്ട വേദപുസ്തകം തുറന്നു നോക്കിയിട്ടില്ല. ഏതാണ്ട് നമ്മളെപ്പോലെ. കാരണം എല്ലാ സുഖ സൗകര്യങ്ങളും കൊണ്ട് ജീവിതം അങ്ങനെ ആനന്ദിക്കുകയാണ് ഫാർമൂസി. ഒരു രാത്രിയിൽ ഒരു മങ്ങിയ വെളിച്ചത്തിൽ, ഇരുണ്ട വെളിച്ചത്തിൽ അറിയാതെ കൈതട്ടി ആ കിതാബ് ഒന്ന് താഴേക്ക് വീഴുകയാണ്. കണ്ണൊടിച്ചപ്പോ മങ്ങിയ വെളിച്ചത്തിൽ ഫാർമൂസിയുടെ കണ്ണുകളിലേക്ക് ഒരു വേദഭാഗം കടന്നു വരികയാണ്. നടുങ്ങിപ്പോയി ഫാർമൂസി. കാരണം ഒരു ധനികനും ഈ ഗതികേട് വരരുത്. വായിച്ച വേദഭാഗം എന്താണെന്നറിയുമോ? നിനക്കുള്ളതെല്ലാം വിറ്റുപെറുക്കി ദരിദ്രന്മാർക്ക് കൊടുക്കുക. ധനികനായ ചക്രവർത്തിയെ പോലെ വാണിരുന്ന ഫാർമൂസി 3-4 ദിവസം ആരോടുമൊന്നും മിണ്ടാതെ സൗമ്യനായി, വിഷാദ ദുഃഖിതനായി അരമകളുടെ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരുന്നു. ഒപ്പമുള്ള സഹജ സ്നേഹിതർ കാര്യമന്വേഷിച്ചു. ഫാർമൂസി മൗനിയായി. വീണ്ടും തൻ്റെ രഹസ്യമുറികളിലേക്ക് കടന്നു വന്ന വേദപുസ്തകത്തെ ഒന്ന് തുറന്നു വായിക്കുവാനും ധ്യാനിക്കുവാനും ശ്രമം നടത്തി. ഫാർമൂസി തൻ്റെ വേദപുസ്തകം വായിച്ചറിയുവാനും അതിൻ്റെ ആഴങ്ങളിലേക്ക് തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാനും ശ്രമിച്ചു. ആ സുപ്രഭാതത്തിൽ ഫാർമൂസി ഒരു ശപഥമെടുക്കുകയാണ്. എൻ്റെ വസ്തുവകകളും എനിക്കുള്ള കൊട്ടാരങ്ങളും എൻ്റെ സമൃദ്ധികളും എല്ലാം പാവപ്പെട്ടവന് നൽകി ദരിദ്രനായി, സ്വയം ദരിദ്രനായി തെരുവിലേക്ക് ഞാൻ ഇറങ്ങുവാൻ പോവുകയാണ്. അങ്ങനെ ഫാർമൂസി ആ സുപ്രഭാതത്തിൽ തൻ്റെ കൊട്ടാരവും സമ്പന്നതകളുമെല്ലാം ഒപ്പമുള്ളവർക്കും പാവപ്പെട്ടവർക്കും നൽകി തൻ്റെ കൊട്ടാരത്തിൽ നിന്നും താൻ ധരിച്ച വസ്ത്രം മാത്രം ബാക്കിയാക്കി തെരുവിലേക്ക് നടന്നു. തെരുവിലേക്ക് ഫാർമൂസി ഓരോ ദിവസവും ഓരോ നിമിഷവും നടന്നു നീങ്ങുമ്പോൾ വിശക്കുന്നുണ്ട്, കഴിക്കുവാൻ ഭക്ഷണമില്ല. മാറി മാറി ഭക്ഷണം കഴിച്ചവനാണ്. വസ്ത്രങ്ങൾ കീറിത്തുടങ്ങി. ധരിച്ചിരുന്ന കാലുറകൾ പോലും പിഞ്ചിത്തുടങ്ങുവാൻ തുടങ്ങി. മാറി മാറി വസ്ത്രങ്ങൾ ധരിച്ചവന്, മാറി മാറി മുന്തിയ ആഹാരം കഴിച്ചവനെന്ന് ഭക്ഷണമില്ല, ധരിക്കുവാൻ വസ്ത്രമില്ല. തെരുവോരങ്ങളിൽ തലയുയർത്തി നിൽക്കുന്ന ദേവാലയത്തിന്റെ പടിവാതിലുകൾ ചവിട്ടിയ ദേവാലയത്തിന്റെ ഉള്ളറകളിലേക്ക് ഫാർമൂസി ഓടിക്കയറിക്കൊണ്ട് 2 കൈയും മലർത്തി ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അല്ലയോ ദൈവമേ, അല്ലയോ ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി നിന്റെ വേദവചനത്തിന് അനുസൃതമായി എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചപ്പോ എനിക്കിന്ന് കഴിക്കുവാൻ എന്തില്ല? ഭക്ഷണമില്ല. എനിക്കിന്ന് ധരിക്കുവാൻ വസ്ത്രമില്ല. ഞാൻ ധരിച്ചിരിക്കുന്ന എൻ്റെ കാലുറകൾ പോലും കീറിത്തുടങ്ങി. നിനക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിച്ചപ്പോ ഞാൻ ദുഃഖങ്ങളുടെ താഴ്വരകളിലേക്ക് താണുപോവുകയാണ്. അല്ലയോ ദൈവമേ, ധരിച്ച കാലുറകൾ പോലും കീറിത്തുടങ്ങി. നമ്മളെപ്പോലെ പരാതികളും പരിഭവങ്ങളും നേർച്ചപ്പെട്ടിയിലിട്ട് ഈ മനുഷ്യൻ ആ ദേവാലയത്തിൻ്റെ പടികൾ മെല്ലെ മെല്ലെ ഇറങ്ങി. അതാ തൻ്റെ മുമ്പിലേക്ക് ഭിക്ഷയാചിക്കുവാൻ ഒരു ദരിദ്രനായ മനുഷ്യൻ കടന്നു വരുന്നു. ഒരു ദരിദ്രൻ്റെ മുമ്പിൽ മറ്റൊരു ദരിദ്രൻ കൈനീട്ടുന്ന അവസ്ഥ, വളരെ ശോചനീയമായ അവസ്ഥ. തൻ്റെ മുമ്പിൽ വന്ന ഭിക്ഷയാചിക്കുന്ന ദരിദ്രനായ മനുഷ്യനെ ഈ ഫാർമൂസി അടിമുടി ഒന്ന് നോക്കി. ഇരുകാലുകളും നഷ്ടപ്പെട്ട ദരിദ്രനായ മനുഷ്യനെ കണ്ടിട്ട് പെട്ടെന്ന് ബോധോദയമുണ്ടായി. ദേവാലയത്തിന്റെ പടികൾ ചവിട്ടിക്കയറി ആ ദേവാലയത്തിന്റെ ഉള്ളറകളിലേക്ക് ഫാർമൂസി അലറി വിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ മധ്യേ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അല്ലയോ ദൈവമേ, അല്ലയോ ദൈവമേ, കീറിയ കാലുറകളെങ്കിലും ധരിക്കുവാൻ നീ എനിക്ക് ഇരുകാലുകളും തന്നുവല്ലോ. കീറിയ കാലുറകൾ ധരിക്കുവാൻ നീ എനിക്ക് ഇരുകാലുകളും തന്നല്ലോ. ഒരു മനോഹരമായ പുസ്തകമുണ്ട്. സിസ്റ്റർ റോസ്ലിൻ എഴുതിയ ഒരു മനോഹരമായ പുസ്തകം. പുസ്തകത്തിൻ്റെ പേര് ഇനിയും എന്നാണ്. ഇനിയും.
ഇനിയും എന്ന പുസ്തകം ആരംഭിക്കുന്നത് ഈ കന്യാസ്ത്രീയുടെ ജീവിതത്തിലെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ടാണ്. അനുഭവം ഇങ്ങനെയാണ്: ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഒരു ഫോൺ കോൾ വരാറുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഒരു ഫോൺ കോൾ വരാറുണ്ടായിരുന്നു. ആ ഫോണിൽ സംസാരിക്കുന്നത് 26 വർഷമായി വീൽ ചെയറിലായ ഒരു സ്ത്രീയാണ്. വളരെ പ്രസാദാത്മകമായി സന്തോഷമായി എന്നോട് എപ്പോഴും സംസാരിക്കും. ഞാൻ ഒരിക്കൽ പോലും ഈ സ്ത്രീ ഒന്ന് വിഷമിച്ച് സംസാരിക്കുന്നതോ തനിക്കുണ്ടായ പ്രയാസങ്ങളെപ്പറ്റി ആവലാതിപ്പെടുന്നതോ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. 26 വർഷമായി വീൽ ചെയറിലായ ഒരു സ്ത്രീയുടെ ശബ്ദമാണത്. എന്തു പ്രസാദാത്മകമായി, ആനന്ദം നിറഞ്ഞമായി ഭാവങ്ങളോടുകൂടിയാണ് അവൾ എന്നോട് സംസാരിക്കുന്നത്. പലപ്പോഴും എൻ്റെ ദുഃഖങ്ങൾ ഞാൻ അവളോട് പറയും. ഇന്നുവരെ ഒരു ദുഃഖം പോലും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. ഒരിക്കൽ സഹികെട്ട് ഈ കന്യാസ്ത്രീ ഈ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ നിനക്ക് ഇങ്ങനെ സാധിക്കുന്നു? പ്രതിസന്ധികളുടെ താഴ്വരയിൽ നീ ആയിട്ടും 26 വർഷമായി വീൽ ചെയറിലായിട്ടും നിന്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ ഒന്ന് അനക്കുവാനോ നിന്റെ ബോധോദയങ്ങൾക്ക് അനുസൃതമായി ഒന്ന് പ്രതികരിക്കുവാനോ കഴിവില്ലാത്ത ഈ ശരീരം വെച്ച് നീ ഇത്രയധികമായി എങ്ങനെ സാധിക്കുന്നു നിനക്കിങ്ങനെ പ്രസാദാത്മകമായി എന്നോട് സംസാരിക്കുവാൻ? അപ്പോൾ ഈ സ്ത്രീ കന്യാസ്ത്രീയോട് പറയുന്നൊരു മറുപടിയുണ്ട്: എൻ്റെ പൊന്നു സിസ്റ്ററെ, ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നല്ലോ, ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നല്ലോ. ജീവിതത്തിൻ്റെ ലഭിച്ച അനുഭവങ്ങളെ വിസ്മരിച്ചുകൊണ്ട് നാം ദൈവസന്നിധിയിലായിത്തീരുമ്പോൾ ഇത്തരം മനുഷ്യരുടെ വാക്കുകൾ നമ്മുടെ മുൻപോട്ടുള്ള യാത്രകൾക്ക് അനിവാര്യമാണ്. പരിശുദ്ധനായ മോർ അന്ത്രയോസ് ബാവയുടെ പെരുന്നാളിൽ ഞാനും നിങ്ങളുമായി തീരുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടതും അത് തന്നെയാണ്: ആരാണ് വിശുദ്ധൻ? ആരാണ് വിശുദ്ധൻ എന്ന ചോദ്യത്തിന്, എന്തിനാണ് മധ്യസ്ഥതകൾ എന്ന ചോദ്യത്തിന് ഒട്ടേറെ മാനങ്ങളും വ്യാഖ്യാനങ്ങളുമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്, അല്ലേ? എന്തിനാണ് മധ്യസ്ഥതകൾ? ആരാണ് വിശുദ്ധൻ? ഈ ചോദ്യം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ സഭകളിൽ നിന്ന്, സമൂഹങ്ങളിൽ നിന്നൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എനിക്കും നിങ്ങൾക്കും. ആരാണ് വിശുദ്ധൻ? ഈ ഭൂമിയുടെ ആദ്യം മുതലേ മനുഷ്യ സഹജമായൊരു സ്വഭാവമുണ്ട്: ഇണക്കങ്ങളും പിണക്കങ്ങളും. ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്യുന്ന മനുഷ്യന്റെ സ്വാഭാവിക മനോഭാവം അത് സൃഷ്ടിയുടെ ആദ്യം മുതലേ ഉണ്ട്. ഞാൻ പറയുന്നത് ആരാണ് വിശുദ്ധൻ, എന്തിനാണ് മധ്യസ്ഥത എന്നാണ്. വളരെ ലളിതമായി ഒന്ന് വ്യാഖ്യാനിക്കുവാൻ ഒരു ശ്രമം നടത്തുകയാണ്. നിങ്ങളുടെ സഹകരണം എനിക്ക് ആവശ്യമാണ്. ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്യുക മനുഷ്യ സഹജമാണ്. ഇത് ആദ്യം മുതലേ നമുക്ക് കാണുവാൻ കഴിയും, അല്ലേ? കഴിക്കരുതെന്ന് പറഞ്ഞ ഫലം കഴിക്കുവാനായിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട്. ആര്? ശ്രമം നടത്തി വിജയിക്കുകയും ചെയ്തു, ആ ഫലം കഴിക്കുകയും ചെയ്തു. ആരാണ്? ആദമും ഹവ്വയും. ആദമും ഹവ്വയും ദൈവം കഴിക്കരുതെന്ന് പറഞ്ഞ ഫലം കഴിച്ചു. ആ കഴിക്കുമ്പോ അതിന് കാരണമാകുവാൻ ഒരു പാമ്പ് വരുന്നുണ്ട്. ഈ പാമ്പിനോട് സ്ത്രീ പറയുന്നൊരു വാചകമുണ്ട്. ആര്? ഹവ്വ. എന്താ പറയുന്നത്? ദൈവം പറഞ്ഞു, ആ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുത്, ആ വൃക്ഷത്തിന്റെ അരികിൽ പോകരുത്, ആ വൃക്ഷത്തെ തൊടുകയും ചെയ്യരുത്. തർക്കം രൂക്ഷമാകുമ്പോൾ അവിടെ അവരുടെ സംസാരയുടെ ഭാഷയിലേക്ക് ദൈവം കടന്നു വരികയാണ്. അതിനു മുമ്പും ദൈവം അവരുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇണക്കങ്ങളും പിണക്കങ്ങളും ആദ്യം മുതലേ ഉണ്ട്, തർക്കങ്ങളും വിമർശനങ്ങളും ആദ്യം മുതലേ ഉണ്ട്. അതിന്റെ നടുവിലേക്ക് മൂന്നാമതായി ദൈവം കടന്നു വരുന്നുണ്ട്. പൂർവ്വപിതാക്കന്മാരുടെ ജീവിത ചരിത്രം പരിശോധിക്കുമ്പോഴും ഇത്തരം ഘട്ടങ്ങളിൽ ദൈവം നിയോഗിക്കപ്പെട്ട ചില മനുഷ്യർ കടന്നു വരുന്നുണ്ട്. മനുഷ്യനും ഇടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാൻ, മനുഷ്യനും ദൈവവും തമ്മിലുള്ള ചില സന്ദർഭങ്ങളിൽ തർക്കങ്ങൾ പരിഹരിക്കുവാൻ ദൈവം നിയോഗിക്കപ്പെട്ട ചില മനുഷ്യർ അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നുണ്ട്, അല്ലേ?
ഇണക്കങ്ങളും പിണക്കങ്ങളും മനുഷ്യ സഹജമാണെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. ആദ്യം മുതലേയുള്ള മനുഷ്യനും തമ്മിൽ, മനുഷ്യനും ദൈവവും തമ്മിലുള്ള ചില ഇടപാടുകളുടെ നടുവിലേക്ക് ചില മനുഷ്യർ ദൈവ നിയോഗത്തിനനുസൃതമായി കടന്നു വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ചേർത്ത് വായിച്ചേ. കൂടുമ്പോൾ ഇമ്പമുണ്ടാകേണ്ട കുടുംബത്തിലും, സൗഹൃദങ്ങൾ പങ്കിടുന്ന കോളേജ് ക്യാമ്പസുകളിലും, ഗുരുശിഷ്യ ബന്ധമൊട്ടി ഉറപ്പിക്കേണ്ട ക്ലാസ് മുറികളിൽ പോലും ഇണക്കങ്ങളും പിണക്കങ്ങളുമുണ്ട്. പക്ഷേ ശ്രദ്ധിക്കണേ, ചില പ്രശ്നങ്ങൾ കയ്യിലൊതുങ്ങാതെ വരുമ്പോൾ, അതായത് പരിഹരിക്കാൻ സാധ്യതയില്ലാതെ വരുമ്പോൾ, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി നാം ചിലരെ ക്ഷണിക്കാറുണ്ട്. ബോധപൂർവം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി മറ്റു ചിലരെ നമ്മൾ ആശ്രയിക്കാറുണ്ട്. ആശ്രയിക്കുന്നവന്, അതായത് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നമ്മൾ ക്ഷണിക്കുന്ന വ്യക്തിക്ക് ചില പ്രത്യേകതകൾ കൂടി ഉണ്ടായിരിക്കണം. അങ്ങനെ എല്ലാവരെയും നമ്മൾ വിളിക്കുവോ? ഇല്ല. സമൂഹത്തിൽ 4 ആള് പറഞ്ഞാൽ മാനിക്കുന്ന ഒരാള് അല്ലെ, അവിടെയും നമ്മൾ ജഡ്ജ്മെന്റ് ആണ്. അയാൾക്ക് സമൂഹത്തിലൊരു വിലയുണ്ടാകണം, അയാൾ നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരിക്കണം, അയാൾ ആദരിക്കപ്പെടുന്ന മനുഷ്യനായിരിക്കണം, അയാളുടെ വ്യക്തിത്വം മുമ്പ് പറഞ്ഞതുപോലെ 4 ആൾ അംഗീകരിക്കണം. ഇത് ആധ്യാത്മിക തലങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവരെ നമുക്കെന്ത് വിളിക്കാം? വിശുദ്ധന്മാരെന്നും ശുദ്ധിമതികളെന്നും നമുക്ക് വിളിക്കാം. ആധ്യാത്മിക തലങ്ങളിലേക്ക് എന്റെയും നിങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കടന്നു വരുന്നവരെ ധൈര്യപൂർവം വിശുദ്ധന്മാരെന്നും ശുദ്ധിമതികളെന്നും വിളിക്കാം. അങ്ങനെയെങ്കിൽ ഇവരുടെ വിശുദ്ധിയുടെ ഉറവിടം എവിടെയാണ്? ചോദ്യം അവസാനിക്കുന്നില്ല. പരിശുദ്ധനായ അന്ത്രയോസ് പിതാവിന്റെ ഓർമ്മയെ സ്മരിക്കുമ്പോൾ ആ പിതാവിന്റെ വിശുദ്ധിയുടെ ഉറവിടം എവിടെയാണ്? പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിന്റെ ഹൃദയമാകുന്ന മന്ദിരം. അതെ, എല്ലാ മനുഷ്യനും അതുണ്ട്. അത് മറ്റുള്ളവനിലേക്ക് തേടിപ്പോകുന്നതാണ് പ്രശ്നം. ഇന്ന് ഹൃദയം കൊടുക്കുന്ന കാലമാണ്. എനിക്കറിയാവുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയും, ഹൃദയം കൊടുക്കരുത്. നല്ലൊരു ഹൃദയം ഉണ്ടായിട്ട് ആ ഹൃദയം കൊടുക്കുന്നൊരു കാലഘട്ടത്തില ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ഹൃദയം കൊടുത്തതിന്റെ ഭാഗമായി ഇന്ന് നാം ഞെട്ടിപ്പോകുന്ന വാർത്തകളാണ് ദൈനംദിന ജീവിതത്തിൽ വായിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഒരു വിശുദ്ധന്റെ വിശുദ്ധിയുടെ ഉറവിടം എവിടെയാണ്? അത് അവനവന്റെ ഹൃദയത്തിലാണ്. വൃശ്ചികമാസ പുലരിയിൽ വ്രതമെടുത്ത് മല കയറുന്ന ഹൈന്ദവ സഹോദരൻ ശബരിമലയുടെ 18-ാം പടി കയറുമ്പോൾ അവിടെ എത്തിച്ചേരുമ്പോൾ എഴുതി വച്ചിരിക്കുന്നു, തത്വമസി, അത് നീയാണ്, അത് നീയാണ്. ഈ ഒരു തിരിച്ചറിവാണ് ഓരോ വിശുദ്ധന്റെയും വിശുദ്ധിയുടെ ആഴം. ഓരോ വിശുദ്ധന്റെയും എൻ്റെ ഹൃദയത്തിൽ ദേവാലയമാകണം, ദൈവം വസിക്കണമെന്ന തിരിച്ചറിവാണ് ഓരോ വിശുദ്ധന്റെയും വിശുദ്ധിയുടെ ആഴം. പരിശുദ്ധനായ മോർ അന്ത്രയോസ് ബാവ 1601 തുറബ്ദിയിൽ ജനിച്ചുവെന്ന വായ്മൊഴികളിലൂടെയും ഐതിഹ്യങ്ങളിലൂടെയും തലമുറകളുടെ സന്നിവേശിപ്പിക്കുന്ന അറിവുകളിലൂടെയും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. 1601 തുറബ്ദീനിൽ ജനിച്ച ചെറുപ്പം മുതൽ സന്യാസ ജീവിതത്തോട് തൽപരനായ മനുഷ്യൻ 1660 മോർ മത്തായി ദേറായുടെ സജീവ പ്രവർത്തകനായിരുന്നു. 1660 അവിടെ നിന്ന് 1678 കൊല്ലവർഷം 853 ഏതാണ്ട് തന്റെ 77-ാം വയസ്സിൽ ഒരു മനുഷ്യായുസിന്റെ പടുവൃത്തതയിൽ അബ്രഹാമിനെ പോലെ കേരളക്കരയിൽ കടന്നു വന്നൊരു പിതാവാരാണ്? ആര്? മോർ അന്ത്രയോസ് ബാവ. വിശ്വാസ സ്ഥിരതയുടെ മുസറൈസിന്റെ മണ്ണിൽ മർത്തോമായുടെ കാൽപ്പതിഞ്ഞ മണൽത്തരികളെ ചുംബിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂരിലെത്തി. 1678 എത്തുമ്പോൾ ആ പിതാവിന് പ്രായം 77. ഹൃദയം ദേവാലയമാക്കിയവന് എന്തു പ്രായം? ഹൃദയം ദേവാലയമാക്കിയ പിതാവിന് പ്രായമൊന്നുമില്ല. സഞ്ചരിച്ച ഇടങ്ങൾ വല്ലാത്ത അനുഭവങ്ങൾ സന്നിവേശിച്ചിട്ടാണ് പോകുന്നത്. കുറുപ്പമ്പടിയിലും മണ്ണർകാട്ടും പുത്തൻകാവിലും പിന്നീട് കല്ലടയിലും
എത്തിച്ചേരുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. താൻ വിശ്രമിച്ച ഇടങ്ങൾ, താൻ ആരാധന നടത്തിയ ദേവാലയങ്ങൾ, എന്തിനേറെ പറയുന്നു, ആ പിതാവ് നടന്നു പോയ ഇടവഴികൾക്ക് പോലും ഇന്ന് ആ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ യാചിക്കുകയാണ്. ഞാൻ പറയും മോർ അന്ത്രയോസ് ബാവയുടെ ചിത്രത്തെ നോക്കി ബലഹീനനായ ഞാൻ പറയും, ബാവ കുടിച്ച കപ്പിനുമുണ്ട് ബാവയെ കുറിച്ച് പറയുവാൻ, ബാവ ചായ കുടിച്ച കപ്പിനുമുണ്ട് ബാവയെ കുറിച്ച് പറയുവാൻ. ഇത് ഹൃദയവിശുദ്ധിയുള്ള ഒരു ജന്മത്തിനെ സാധിക്കൂ. ഈ സന്ധ്യയിൽ ആ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നതും, കാതലായ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും ഒരേ ഒരു അന്വേഷണത്തിൻ്റെ ആഴമായ സാന്ത്വനിപ്പിക്കുന്ന ചിന്തയാണ്. അതാ നോക്കൂ, തുറബ്ദീനിൽ ജനിച്ചൊരു മനുഷ്യൻ, മത്തായി ദഹ്റായിൽ സന്യാസിയായി ജീവിച്ച മനുഷ്യൻ, 77-ാം വയസ്സിൽ നാടും വീടും കൂട്ടരെയും വിട്ട ഭാരത മണ്ണിൽ ഭാരതത്തിന്റെ അപ്പോസ്തലനായ മാർത്തോമ കടന്നു വന്ന കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ എത്തണമെങ്കിൽ തികഞ്ഞ ദൈവ അന്വേഷി ആയിരുന്നു മോർ അന്ത്രയോസ് ബാവ. മോർ അന്ത്രയോസ് ബാവയെ നോക്കി നമുക്ക് പറയാം, the one who seeks for the true God. ബാബ സത്യദൈവത്തെ അന്വേഷിച്ച പിതാവാണ്. the one who seeks for the true God. സത്യദൈവത്തെ അന്വേഷിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പിതാവാണ്. ഇതൊരു അന്വേഷണമാണ്. ചിലപ്പോൾ നാടും വീടും ഉപേക്ഷിക്കേണ്ടി വരും. പടകിലിരുന്നവനും വലയെറിഞ്ഞവനും വിളിച്ച സമയത്ത് പടകും വലയും ഉപേക്ഷിച്ചു. അപ്പനെയും വീടും വേണ്ടതെല്ലാം ഉപേക്ഷിച്ചു. ചേർത്ത് വായിക്കുക, തുറബ്ദീനിൽ നിന്നും ഒരു വൃദ്ധനായ മനുഷ്യൻ ഇവിടെ എത്തണമെങ്കിൽ ആ പിതാവ് തികഞ്ഞ ദൈവ അന്വേഷണം, the one who seeks for the true God, സത്യദൈവത്തെ അന്വേഷിച്ച മോർ അന്ത്രയോസ് ബാവ. ഈ അന്വേഷണം ബാബായിൽ മാത്രം നമുക്ക് ഒതുക്കിക്കളയണ്ട, വേദപുസ്തക തലത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഈ അന്വേഷണം പുതിയ നിയമ സംഹിതങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവയല്ല, പഴയ നിയമത്തിൽ നിന്ന് തുടങ്ങണം. തൂണായും തുരുമ്പായും ആകാശമേഘങ്ങളിൽ ഇടിമുഴക്കമായും വെള്ളി വെളിച്ചമായും ശബ്ദമായും പ്രകാശമായും പ്രവാചകന്മാരുടെ മുമ്പിൽ അത്ഭുതങ്ങളായി അടയാളങ്ങളായി മാറിയ ഒരു ദൈവമുണ്ടായിരുന്നു. താൻ സ്നേഹിക്കുന്നവരും തന്നെ സ്നേഹിക്കുന്നവരും അന്വേഷിച്ചതായി പഴയ നിയമസംഹിതങ്ങളിൽ വായിച്ചറിയുവാൻ കഴിയും. പ്രവാചകന്മാർ, ന്യായാധിപന്മാർ, താൻ സ്നേഹിച്ചവർ, തന്നെ സ്നേഹിച്ച സമൂഹം മുകളിലേക്ക് നോക്കി ചോദിച്ചു, നീ ആരാണ്? അപ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി, ഞാനാകുന്നവൻ ഞാനാകുന്നു. എന്നാൽ വ്യക്തമായ കാഴ്ചപ്പാടുകളോടുകൂടെ ഈ അന്വേഷണം നമ്മിലേക്ക് സന്വേഷിപ്പിക്കുന്ന ചില വ്യക്തികൾ വേദപുസ്തകത്തിലുണ്ട്. അതിൽ പ്രധാനം ഒരു പ്രമാണിയാണ്. എനിക്ക് വളരെ ബഹുമാനമാണ് ആ പ്രമാണിയോട്. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണി ഉണ്ടായിരുന്നു. അവന്റെ സംസ്കാരത്തെയും അത് നൽകുന്ന താക്കീതുകളെയും ഭയന്നിട്ടാവണം ഈ മനുഷ്യൻ പകലല്ല കർത്താവിന്റെ മുമ്പിൽ ചെല്ലുന്നത്, പിന്നെയോ ഒരു രാത്രിയുടെ മറവിൽ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗം ഞാനൊന്ന് വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗം. പരീശന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രമാണിയായ നിക്കോദിമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ ചെന്ന, ആരുടെ അടുക്കൽ ചെന്ന്? കർത്താവിന്റെ അടുക്കൽ ചെന്ന, റബ്ബി, ഗുരു, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനെന്ന് ഞാൻ അറിയുന്നു. ദൈവം നിന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. ഒരു പകൽ വെളിച്ചത്തിലല്ല, ഒരു രാത്രിയുടെ മറവിൽ ദൈവത്തെ അന്വേഷിച്ച ഒരു ശിഷ്യനെന്നോണം യേശുവിന്റെ അരികിലേക്ക് റബ്ബി എന്ന് വിളിച്ചുകൊണ്ട് പരീശന്മാരിൽ പ്രമാണിയായ നിക്കോദിമോസ് കടന്നു ചെന്നു. ഒരു രാത്രിയിൽ സത്യദൈവത്തെ അന്വേഷിച്ചിറങ്ങുന്ന നിക്കോദിമോസിന്റെ വാക്കുകളാണ്. ഈ വേദഭാഗം വായിക്കുന്നതിന് മുമ്പ്, ഏത് വേദഭാഗം? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് 2-ാം അധ്യായം അവസാനിക്കുന്നത്
ഒരാൾക്കൂട്ടത്തിൻ്റെ നടുവിൽ കർത്താവിനെ കാണുന്നു. പെസഹായ്ക്കു ശേഷം അവനെ അന്വേഷിച്ച് എത്തുന്ന ജനങ്ങൾ, അവൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് അമ്പരന്ന് നിൽക്കുന്ന വലിയൊരു ജനതയുടെ നടുവിൽ നിക്കോദിമസിന് ചെല്ലുവാൻ ഒരുപക്ഷെ പ്രമാണിയായതുകൊണ്ട്, പരീശനായതുകൊണ്ട്, നേരത്തെ പറഞ്ഞ സംസ്കാരവും താൻ ജീവിക്കുന്ന സമൂഹവും അവരുടെ താക്കീതുകളും ഭയന്നിട്ടാകണം. ആ ദിവസം കടന്നു, പകൽ കഴിഞ്ഞു, സന്ധ്യ മയങ്ങി. നിക്കോദിമോസിന് ഉറക്കം വരുന്നില്ല. കാരണം ശരിയായ ക്രിസ്തുവിനെ അന്വേഷിക്കാതെ, ശരിയായ ദൈവത്തെ അന്വേഷിക്കാതെ നിക്കോദിമോസ് എങ്ങനെ ഉറങ്ങും? ഒരു ശിഷ്യന്റെ കുപ്പായമണിഞ്ഞ് അതാ ഓടിയെത്തുകയാണ് ഒരു രാത്രിയുടെ മറവിൽ നിക്കോദിമോസ്. റബ്ബി, ഗുരു. ഈ തിരിച്ചറിവിൻ്റെ പേരാണ് പ്രിയ സഹോദരങ്ങളെ എന്ത്? അന്വേഷണം. ഈ തിരിച്ചറിവിൻ്റെ പേരാണ് അന്വേഷണം. ഈ അന്വേഷണത്തിൻ്റെ പരിണിത ഫലം, എൻഡിങ്, അവസാനം നാം മറ്റൊരിടത്ത് കാണാൻ കഴിയും. എവിടെയാണെന്നറിയാമോ? നമ്മുടെ കർത്താവിൻ്റെ ഖബറടക്ക സമയത്ത് സുവിശേഷകൻ വ്യക്തമാക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 39-ാം വാക്യം എന്താണ്? ആദ്യം രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് നിക്കോദിമോസ് ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. അവൻ യേശുവിന്റെ ശരീരമെടുത്തു. യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം ഏതിനെ യേശുവിനെ സുഗന്ധവർഗത്തോടുകൂടി ശീല പൊതിഞ്ഞു കെട്ടി കബറടക്കി. ആരാ കബറടക്കിയേ? നിക്കോദിമോസ്. ഏത് നിക്കോദിമോസാ? ആ രാത്രിയിൽ ഗുരു എന്ന് വിളിച്ചുകൊണ്ട് സത്യദൈവത്തെ അന്വേഷിച്ചിറങ്ങിയ ഒരു മനുഷ്യന്റെ അന്വേഷണത്തിന്റെ പരിണിത ഫലം അവസാനിക്കുന്നില്ല. കൽവറിയിൽ ലോകത്തിന് വേണ്ടി, ലോകത്തിന്റെ പാപത്തിന് വേണ്ടി, സർവ്വചരാചരങ്ങൾക്കും വേണ്ടി യാഗമായവന്റെ, സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച പിതാവാം ദൈവത്തിന്റെ ഓമനപുത്രനെ കബറടക്കുവാൻ ആർക്കാണില്ല ഭാഗ്യം ലഭിച്ചത്? സുവിശേഷകൻ പറയുന്നു, ആദ്യം രാത്രിയിലെത്തിയ നിക്കോദിമോസ്. ഇതാണ് പ്രിയ സഹോദരങ്ങളെ അന്വേഷണം. വേദപുസ്തകം പറയുന്നുണ്ട്, അന്വേഷിപ്പിൻ കണ്ടെത്തും. അന്വേഷണം എന്ന് പറയുന്നത് കർമ്മമാണ്, കണ്ടെത്തുന്നത് അനുഭവമാണ്. ഇതിൻ്റെ പേരാണ് സത്യദൈവത്തെ അന്വേഷിക്കുവാൻ നമുക്ക് കഴിയണം. ഈ അന്വേഷണത്തിൻ്റെ വഴികളിലൂടെ നമ്മെ കൊണ്ടെത്തിക്കുന്ന അനേകം ജീവിതങ്ങൾ വേദപുസ്തകത്തിലും സഭാചരിത്രത്തിലുമുണ്ട്. വേദപുസ്തകത്തിൽ നമ്മെ അതിശയപ്പെടുത്തുന്ന ഒട്ടേറെ മനുഷ്യർ ഇനിയും ബാക്കിയാവുകയാണ്. അവസാനിക്കുന്നില്ല ദൈവത്തെ അന്വേഷിച്ചവരുടെ എണ്ണം. ഒരു മനുഷ്യനെ കൂടി ഞാൻ പരിചയപ്പെടുത്താം. പരിമിതികളുടെ പരിസരം മറന്ന് ക്രിസ്തുവിനെ അന്വേഷിച്ച ഒരു പൊക്കം കുറഞ്ഞ മനുഷ്യനുണ്ടായിരുന്നു. ആരാണ്? സക്കായി. തന്നിലുള്ള പരിമിതികൾ തന്നെ വല്ലാതെ വേട്ടയാടുമ്പോൾ ഒരു പരിശ്രമത്തിന്റെ, അതുമല്ലെങ്കിൽ ശരിയായ ഒരു അന്വേഷണത്തിന്റെ പാത കൊച്ചു സക്കായി സ്വയം വെട്ടിത്തെളിക്കുകയാണ്. ആരാണ് സക്കായി? സമൂഹത്തിൽ ധനികനായ ഒരു മനുഷ്യനാണ്. ആര്? സക്കായി. അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു മനുഷ്യൻ. അവിടെ ക്രിസ്തുവിനെ കാണുവാൻ വലിയ ജനം തടിച്ചുകൂടുന്നു. അതുവഴി പോയ സക്കായി ഒരു ശ്രമം നടത്തുകയാണ്. വേദഭാഗം പറയുന്നുണ്ട്, പുരുഷാരം നിമിത്തം അവൻ യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ സക്കായി പൊക്കം കുറഞ്ഞവനായിരുന്നു. പരിമിതികളുടെ പരിസരം മറന്ന് അത്തിയുടെ മുകളിലേക്ക് കയറുകയാണ് സക്കായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത്യാവശ്യം ചുറ്റുപാടുകളൊന്നും മോശമല്ലാത്തൊരു മനുഷ്യൻ യേശുവിനെ കാണാൻ അത്തിയുടെ മുകളിലേക്ക് കയറുന്നു. അടുത്ത് നിൽക്കുന്നവർ പറയും, ഇവന് വേറെ വല്ല പണിയുണ്ടോ? നാണമില്ലട സക്കായി ഈ അത്തിയുടെ മുകളിൽ കയറാൻ. ഇനിയും ഉണ്ട് കമന്റുകൾ. മറ്റ് കമന്റുകൾ എന്തായിരിക്കും? തൻ്റെ പൊക്കത്തെക്കുറിച്ചുള്ള കമന്റുകളായിരിക്കും. കളിയാക്കലുകളും പരിഹസങ്ങളും പിന്നാലെ വരുമ്പോഴും യേശുവിനെ കാണുവാനുള്ള, യേശുവിനെ കണ്ടെത്തുവാനുള്ള സക്കായിയുടെ അന്വേഷണം അവസാനിക്കുന്നില്ല. അത്തിയുടെ മുകളിൽ കയറുന്ന സക്കായിയെ മാത്രമായി യേശു കാണുകയാണ്. വലിയൊരു പുരുഷാരമുണ്ടായിട്ടും യേശുവിന്റെ കണ്ണിലുടക്കുന്നത് പൊക്കം കുറഞ്ഞ സക്കായി അത്തിയുടെ മുകളിൽ നിൽക്കുന്നതാണ്.
എന്താ കർത്താവ് പറയുന്നത്? സക്കായിയേ, സക്കായിയേ, നീ വേഗം ഇറങ്ങി വാ. വേറൊരു വാക്കുകൂടി പറയുന്നുണ്ട് അവിടെ, ഇന്ന്, ടുഡേ. എന്താണ് ഇന്ന്? കർത്താവ് നാളേക്കൊന്നും പറയുന്ന പരിപാടിയൊന്നും കർത്താവിനില്ല. എന്തെങ്കിലും വാഗ്ദാനം ഉണ്ടെങ്കിൽ ടുഡേ. അതിന് വലിയ ഉദാഹരണമുണ്ട്. കാൽവറിയിൽ ഒപ്പം നടക്കുന്ന കള്ളനോട് എന്താ പറഞ്ഞേ? അവൻ അനുതപിച്ചു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ആ ചങ്ങാതിയോട് കർത്താവ് എന്താ പറഞ്ഞേ? ടുഡേ, ഇന്ന്, ഇന്ന് എൻ്റെ കൂടെ, ടുഡേ. പ്രിയ സഹോദരങ്ങളെ, അന്വേഷിക്കുവാനുള്ള ഒരു ചേതന നമുക്കുണ്ടാകണം. എനിക്ക് സക്കായിയെ നിക്കോദിമോസിനേക്കാൾ ഇഷ്ടം ആ കുട്ടികളെയാണ്. ഏത് കുട്ടികളെ? ഏത് കുട്ടികളെയാ? പേര് പറയാത്ത കുറെ കുട്ടികളുണ്ട് വേദപുസ്തകത്തിൽ. തന്റെ ശിഷ്യന്മാരെ പോലും കവച്ചുകൊണ്ട് വലിയൊരു പുരുഷാരത്തെ വകുത്തുമാറ്റി ക്രിസ്തുവിന്റെ അരികിലേക്ക് വരുമ്പോ ചങ്ങല പോലെ നിൽക്കുകയാണ് പ്രിയ ശിഷ്യന്മാർ. കർത്താവ് അല്പം ശബ്ദമുയർത്തി, ശിശുക്കളെ തടയരുത്, അവരെന്റെ. ഇതൊരു വല്ലാത്ത അന്വേഷണമാണ്. വകുത്തുമാറ്റി ചെറിയ ബുദ്ധിയും ചെറിയ ശരീരമുള്ള നമ്മൾ പറയും അവര് കുട്ടികളല്ലേ. പരിഹസിച്ചിട്ടുണ്ടാവാം, അറിയില്ല. മാറ്റി നിർത്തി ഒരു അടി കൊടുത്തി മാറ്റി നിർത്തിയിട്ടുണ്ടാവാം, തളർന്നില്ല. കുട്ടികൾക്ക് എന്താ ഇവിടെ കാര്യം ചോദിച്ചിട്ടുണ്ടാകാം. എങ്കിലും കർത്താവിനെ കാണുവാനുള്ള ആഗ്രഹത്തോടെ, അന്വേഷണത്തോടെ അവരും എത്തിച്ചേരുകയാണ്. ദൈവത്തെ അന്വേഷിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിത സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും മറന്ന ഈ മണ്ണിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുമ്പോ, വേദപുസ്തകത്തില് തനിക്ക് ലഭിക്കുന്ന ഇത്തരം ജീവിതങ്ങളെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ഈ മണ്ണിലേക്ക് വരുമ്പോ മറ്റൊരു പിതാവ് കൂടി ഒരു പക്ഷേ മോർ അന്ത്രയോസ് ബാവയ്ക്ക് കരുത്തേകുന്നുണ്ട്. അത് നമ്മുടെ കാവൽ പിതാവായ മാർത്തോമാ ശ്ലീഹായാണ്. ശരിക്കും ക്രിസ്തുവിനെ അന്വേഷിച്ച ഒരു വലിയ മനുഷ്യനാണ് മാർത്തോമാ. വ്യാഖ്യാനങ്ങളും വിമർശനങ്ങളും അവിടെ നിൽക്കട്ടെ. കർത്താവിനെ ആത്മാർത്ഥമായി അന്വേഷിച്ച ഒരു ശിഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മാർത്തോമായാണ്. മാർത്തോമാ എങ്ങനെയാണ് അന്വേഷിക്കുന്നതെന്ന് വളരെ വ്യക്തമായി വേദപുസ്തകത്തിൽ വായിച്ചെടുക്കുവാനും ചിന്തിക്കുവാനും കഴിയും. സത്യദൈവത്തെ അന്വേഷിച്ച മാർത്തോമായെ കണ്ടെത്തുവാൻ കഴിയുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം തന്നെയാണ്. 14-ാം അധ്യായം. യേശുവിന്റെ സാന്ത്വനപ്പെടുത്തുന്ന വാക്കുകളുണ്ട്. തോമസിനും ഫിലിപ്പോസിനും നൽകുന്ന ഉപദേശം. എന്താണ് ഉപദേശം? വഴിയും സത്യവും ജീവനും ആരാകുന്നു? ഞാനാകുന്നു. വേദപുസ്തക ചരിത്രത്തിൽ തന്നെ ക്രിസ്തുവിന്റെ വിലപ്പെട്ട വായ്മൊഴികളിൽ പ്രസക്തമാണ് ഈ വേദഭാഗം. ഇതിന് കാരണമാകുന്നത് തോമസ് ശ്ലീഹായുടെ അന്വേഷണമാണ്. അതെങ്ങനെയാണ്? ഗുരുവിന് മുൻപിൽ ഏതൊരു ശിഷ്യന്റെയും അർഹതപ്പെട്ട അവകാശമാണ്, ചോദ്യമാണ് മാർത്തോമാ ശ്ലീഹ ഉന്നയിക്കുന്നത്. അതിന്റെ പശ്ചാത്തലം ഞാനൊന്ന് പറയാം. കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോകുന്ന വഴി നിങ്ങൾ അറിയുന്നുവല്ലോ. ആർക്കും ഒന്നും മനസ്സിലായില്ല. ശിഷ്യന്മാർക്ക് ആർക്കും ഒന്നും ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ല. കർത്താവ് തന്റെ പിതാവിന്റെ അരികിലേക്ക് പോകുന്ന ഒരവസരത്തെ, സന്ദർഭത്തെ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. പ്രിയ ശിഷ്യന്മാരെ, ഞാൻ എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ പോകും. അവിടെ നിങ്ങൾക്ക് വാസസ്ഥലമൊരുക്കും. നിങ്ങൾക്ക് ആ വഴി അറിയാമല്ലോ. കാരണം കർത്താവ് പോയ പിന്നെ പിന്നാലെ ആരാ വരേണ്ടത്? ശിഷ്യന്മാരാ. അതുകൊണ്ട് കർത്താവ് പറയാണ്, ഞാൻ പിതാവിന്റെ ഭവനത്തിൽ പോകും. എന്തൊക്കെയാണെങ്കിലും ആ വഴി നിങ്ങൾക്കറിയാമല്ലോ. എല്ലാവരും ഒന്നും മനസ്സിലാക്കാതെ വല്ലാത്തൊരവസ്ഥയിലൂടെ ശിഷ്യന്മാർ നിൽക്കുകയാണ്. അവിടെ ഗുരുവിനോളം വളരാത്ത, ഗുരുവിൽ ആശ്രയിക്കുന്ന നിഷ്കളങ്കമായ ഒരു ശിഷ്യന്റെ ചോദ്യമുണ്ട്, അന്വേഷണമുണ്ട്. മാർത്തോമാ ശ്ലീഹ ഉന്നയിക്കുന്നുണ്ട് അവിടെ. അമ്മയിൽ ആശ്രയിക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ, പിതാവിൻ്റെ കൈവിരലുകളിൽ ഉയലാടുന്ന ഒരു പൈതലിനെ പോലെ, ഭർത്താവിൻ്റെ മാറത്ത്
പറ്റിച്ചേരുന്ന ഭാര്യയുടെ കൺപീലികളുടെ താളം പോലെ ഒരു തഞ്ചത്തിൽ തൻ്റെ താതനോട് തോമ്മ ചോദിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 5-ാം വാക്യം. തോമാശ്ലീഹ കർത്താവിനോട്, കർത്താവേ, നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ആർക്കൊന്നും മനസ്സിലായില്ല കർത്താവ് എവിടേക്കാ പോകുന്നതെന്ന്. ഒരു ജാടയിട്ട് നിൽക്കുകയാണ് ബാക്കിയുള്ള ശിഷ്യന്മാരല്ല. പക്ഷേ മുഖത്ത് നോക്കി കർത്താവിനോട് വളരെ തഞ്ചത്തിൽ ഒരു മകനെ പോലെ, ശിഷ്യനെ പോലെ ചോദിക്കുന്നുണ്ട്, വിച്ച് ഈസ് ദ റൈറ്റ് വേ? ഏതാണ് യേശുവേ ശരിയായ വഴി? ഞങ്ങൾക്കറിയില്ല. വഴി അറിയാതെ ഞങ്ങൾ എങ്ങനെയാ വരിക? വഴി എന്തിനുള്ളതാ? വഴി എന്തിനുള്ളതാ? സഞ്ചരിക്കാനുള്ളതാ, അല്ലേ? ആ വഴി ഞങ്ങൾക്കറിയുകയില്ല. നിശ്ചയമായും ഗുരുവിലേക്ക് സ്വയം അർപ്പിക്കുന്ന ഒരു ശിഷ്യന്റെ ചോദ്യമാണത്. ഗുരുവിലേക്ക് സ്വയം അർപ്പിക്കുന്ന ഒരു ശിഷ്യന് അർഹതപ്പെട്ടതാണ് ഈ ചോദ്യം. ആ ശിഷ്യന്റെ അവകാശമാണ് ഈ ചോദ്യം. ഗുരുവിലേക്ക് സ്വയം അർപ്പിക്കുക എന്നത് പ്രണയത്തേക്കാൾ അഗാധമാണ്. സമ്പൂർണമായൊരു കർമ്മമാണ്. സമ്പൂർണമായൊരു കർമ്മമാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ഗുരുവിനെ ഒന്നുരച്ചു നോക്കേണ്ട ബാധ്യത ആർക്കുണ്ട്? ശിഷ്യനുണ്ട്. മാർത്തോമായുടെ ഈ ചോദ്യങ്ങൾക്ക് നാം ജീവിക്കുന്ന ഈ കാലഘട്ടവുമായി വളരെയേറെ ബന്ധമുണ്ട്. നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? വിച്ച് ഈസ് ദ റൈറ്റ് വേ? ഏതാണ് ശരിയായ വഴി? ഇന്ന് ഞാനും നിങ്ങളും ചോദിച്ചുവാൻ മറന്നു പോകുന്ന ഒരു ചോദ്യമാണ്. മകനും മകളും വീട് വിട്ടിറങ്ങുമ്പോ എവിടേക്ക് പോകുന്നു ചോദിക്കാറുണ്ടോ? ചോദിക്കാൻ മറന്നു പോകുന്നു. എവിടേക്ക് പോകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം വന്നാലും അത് ശരിയായ വഴിയാണോ ചോദിക്കാൻ മറന്നു പോകുന്നു. ശരിയായ വഴി തിരഞ്ഞെടുക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടം അന്നും ഇന്നും സംജാതമാണ്. അങ്ങനെയാണ് ഒരു പിതാവ് ഈ മണ്ണിലേക്ക് കടന്നു വരുന്നത്. തൻ്റെ സമൂഹവും പശ്ചാത്തലങ്ങളും ജീവിത ചുറ്റുപാടുകളും മറന്നുകൊണ്ട് അന്ത്രയോസ് ബാവ ഈ മണ്ണിലേക്ക് കടന്നു വരുമ്പോ എത്രയോ പേർ ചോദിച്ചിട്ടുണ്ട്, എവിടേക്ക് പോകുന്നു? വഴിയും സത്യവും ജീവനുമാകുന്ന സത്യദൈവത്തെ അന്വേഷിച്ച ഒരു മനുഷ്യന് മാത്രമേ ഇത്രയും ദൂരം പിന്നിട്ട ഈ മണ്ണിലേക്ക് ദൈവ വിളിയുടെ ഭാഗമായി കടന്നു വരുവാൻ സാധ്യതയുള്ളൂ. ആ അന്വേഷണത്തിന്റെ പിൻതലമുറക്കാർ ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞു, വായ്മൊഴികൾ, കേട്ട വായ്മൊഴികളും കാരണവന്മാരുടെ അനുഭവങ്ങൾ തലമുറകൾ കൈമാറിയതിലൂടെ മനസ്സിലാക്കിയത് വെച്ച് അന്ത്രയോസ് ബാവയുടെ ഒപ്പം 3 സഹോദരങ്ങൾ ഇവിടെ കടന്നു വന്നു എന്നാണ് പറയുന്നത്. അതിലൊരാൾ ജോസഫ്, അദ്ദേഹം വിവാഹിതനായതു എന്നും പറയുന്നു. ആ ബന്ധത്തിൽ ആ തലമുറയിൽപ്പെട്ട പിതാക്കന്മാരും നമ്മുടെ സഭയിൽ ഉണ്ടായിട്ടുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ശ്രാമ്പിക്കൽ കാട്ടുമങ്ങാട്ട് കുടുംബചരിത്രം പരിശോധിക്കണം. അവിടെ പറയുന്നുണ്ട്, പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനി ഈ തലമുറയുടെ ഭാഗമായിരുന്നുവെന്ന്. നാടും വീടും കൂട്ടരെയും വിട്ട് ദൈവ വിളിക്കു വേണ്ടി വന്ന ഇടയന്റെ മുമ്പിൽ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. വിച്ച് ഈസ് ദ റൈറ്റ് വേ? ഏതാണ് ശരിയായ വഴിയെന്ന് ഉറപ്പിക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികൾ ഏറെ ഉണ്ടായിരുന്നു. അവിടെയും തൻ്റെ പ്രാർത്ഥനയോടെ, സ്ഥിരതയോടെ, വിശ്വാസത്തിൻ്റെ അന്വേഷണത്തിൻ്റെ ഫലമായി വിച്ച് ഈസ് ദ റൈറ്റ് വേ, ഏതാണ് ശരിയായ വഴിയെന്ന് കണ്ടെത്തുവാൻ ആ പിതാവിന് കഴിഞ്ഞു. മാർത്തോമായോട് വല്ലാത്തൊരു ഇഷ്ടം അന്ത്രയോസ് ബാവയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാനുള്ളത്. കാരണം ഒരു അനുഭവം, ഒരു വായ്മൊഴി ഇങ്ങനെ പറയുന്നുണ്ട്. അന്ത്രയോസ് ബാവ പുളന്തുരുത്തിയിൽ താമസിക്കുമ്പോൾ മാർത്തോമൻ പള്ളിയുടെ അധികാരികൾക്ക് അസംതൃപ്തി ഉണ്ടാകുന്നുണ്ട്. നമുക്ക് അന്ന് ഇന്നും ഒക്കെ ഒരു പക്ഷേ ഉണ്ട്, വികാരിക്ക് നമ്മളോടൊന്നും താല്പര്യമില്ലെങ്കിൽ നമുക്കും ചില അസംതൃപ്തിയൊക്കെ ഉണ്ടാകാറുണ്ട്. അത് അന്ന് ഇന്നും ഉണ്ട്. അപ്പോ വികാരിയൊന്നും അല്ലായിരുന്നു, ഒരു പരദേശിയായിരുന്നു. ഈ മനുഷ്യന്റെ പ്രാർത്ഥനയും നിത്യമായ ആരാധനയുടെ ചടുലതയും കൊണ്ട്
ഒരു പക്ഷേ ഈ പിതാവിനോട് അല്പം അസംതൃപ്തി ഉണ്ടാവുകയാണ്. ആർക്ക്? മാർത്തോമ്മൻ പള്ളിയുടെ ചുമതലക്കാർക്ക്. അങ്ങനെ മാർത്തോമ്മൻ പള്ളിയുടെ ചുമതലക്കാരുടെ നിർദ്ദേശപ്രകാരം പള്ളിയുടെ ശുശ്രൂഷകൻ ബാവ വരുന്നതിന് മുമ്പ് പള്ളി അങ്ങ് അടച്ചു. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും കേട്ടോ. ബാവ വരുന്നതിന് മുമ്പ് എന്തടച്ചു? പള്ളി അങ്ങ് അടച്ചു. ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് നമസ്കരിക്കുവാൻ വേണ്ടി ബാവ വരുമ്പോ പള്ളി അടച്ചിട്ടിരിക്കുന്നു. മറന്തറിയോസ് ബാവയ്ക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു എന്നാ പറയുന്നേ. ആരാധനയും യാമപ്രാർത്ഥനകളും ദേവാലയത്തിൽ വെച്ച് തന്നെ നടത്തണം. യാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന ബാവയ്ക്ക് മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ട ദേവാലയവാതിലുകൾ നെടുവീർപ്പോടെ ബാവ ആ പള്ളിയുടെ വാതിലിന്റെ മുമ്പിൽ നിന്ന് നിലവിളിച്ചു എന്നാ പറയുന്നേ. മാർത്തോമനെ വാതിൽ തുറ, മാർത്തോമനെ വാതിൽ തുറ എന്നിങ്ങനെ 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ചു എന്ന് പറയുന്നേ. കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലെ തുറന്നുവെന്നും അവിടെ രേഖപ്പെടുത്തുന്നു. ശരിയായ വഴി ഏതാണെന്ന് തിരിച്ചറിയാതെ നിൽക്കുന്ന പ്രതിസന്ധികൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അടിയുറച്ച അന്വേഷണത്തിന്റെ ഫലമായി, അടിയുറച്ച ദൈവിക അന്വേഷണത്തിന്റെ ഫലമായി ദൈവത്തെ കണ്ടെത്തുന്ന ഇത്തരം മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. ആ പരിശുദ്ധ പിതാവിൻ്റെ ജീവിതത്തിൽ ഞാനും നിങ്ങളും ഓർമ്മയോടെ നന്ദിയുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുമ്പോൾ നാമും തിരഞ്ഞെടുക്കേണ്ട വഴികൾ അതാണ്. ശരിയായ ഒരു അന്വേഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഓരോ പെരുന്നാളുകളും നാം ആചരിക്കുമ്പോൾ, അനുഷ്ഠിക്കുമ്പോൾ അതിന് ശരിയായ ഉദ്ദേശത്തെ, ആ പിതാവിൻ്റെ, ആ വ്യക്തിയുടെ, ആ വിശുദ്ധന്റെ ജീവിതത്തെ ഉൾക്കൊള്ളുവാനുള്ള, അതുവഴി ദൈവത്തിലേക്ക് അന്വേഷണത്തെ കൊണ്ടുപോകാനുള്ള നമ്മുടെ ഒരു ശ്രമം ആവശ്യമാണ്. അവിടെ പ്രതിസന്ധികൾ ഉണ്ടാകും, അവിടെ പ്രയാസങ്ങൾ ഉണ്ടാകും. അന്നുമെന്നും കാലഘട്ടത്തോട് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം തന്നെയാണ്. അമ്മമാർ മക്കളോട് ചോദിക്കുന്നു, മക്കൾ തിരിച്ച് മാതാപിതാക്കളോട് ചോദിക്കുന്നു, സഹോദരൻ സഹോദരിയോട് ചോദിക്കുന്നു, സൗഹൃദങ്ങൾ ചോദിക്കുന്നു. പ്രതിസന്ധികളുടെ നടുവിൽ നാം അറിയാതെ ഹൃദയം പൊട്ടി ദൈവത്തോട് ചോദിക്കുന്നു, ദൈവമേ ഏതാണ് ശരിയായ വഴി? വിച്ച് ഈസ് ദ റൈറ്റ് വേ? അതിന് നമ്മുടെ ജീവിതത്തിൽ ഒരു അന്വേഷണം ആവശ്യമാണ്. ആ അന്വേഷണം ദൈവത്തിൽ എത്തിച്ചേരുന്നതുവരെ പ്രതിസന്ധികൾ നമ്മെ വല്ലാതെ പിന്തുടരും, പ്രയാസങ്ങൾ നമ്മെ വല്ലാതെ പിന്തുടരും. അവിടെയൊക്കെയും ദൈവസന്നിധിയിൽ അടിയുറച്ചു നിൽക്കുന്ന ഇത്തരം മനുഷ്യരുണ്ടല്ലോ, നിക്കോദിമോസിനെ പോലെ, സക്കായിയെ പോലെ, മാർത്തോമാശ്ലീഹായെ പോലെ. ഇന്ന് നാം ആചരിക്കുന്ന ആരുടെ പെരുന്നാളാണോ? മൊറന്ത്രയോസ് ബാവയെ പോലെ. അതാ നോക്കൂ, മോറിയ മലയുടെ മുകളിലേക്ക് ഒരു മനുഷ്യൻ നടന്നു പോകുന്നുണ്ട്. ആരാണ്? വൃദ്ധനായ, പടുവൃദ്ധതയുടെ പ്രായം മുറ്റിപ്പോയ ഒരു മനുഷ്യൻ അബ്രഹാം മോറിയ മലയുടെ മുകളിലേക്ക് നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? തന്റെ പ്രിയമകൻ ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കുവാൻ. ഈ അബ്രഹാമിനോട് യഹോവയായ ദൈവം മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. അബ്രഹാമേ, മണൽത്തരികളെ പോലെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് എന്ത് തരും? സന്താനങ്ങൾ നൽകുമെന്ന് ആര് പറഞ്ഞേ? ദൈവം അബ്രഹാമിനോട് കൊടുത്ത വാഗ്ദത്തമാണ്. എപ്പോഴാണ് അബ്രഹാമിന് ഒരു കുഞ്ഞിനെ കൊടുത്തത്? പടുവൃദ്ധതയിൽ. നോക്കിക്കേ, കുഞ്ഞിനെ താലോലിക്കാനുള്ള പ്രായമല്ല, വളർന്നു പന്തലിച്ചൊരു മകന്റെ സഹായം, കൈസഹായം ആവശ്യമുള്ള കാലാണ്. ആർക്ക്? അബ്രഹാമിന്. മൂന്നാമതൊരു വടിയുണ്ടെങ്കിൽ നടക്കാൻ കഴിയൂ, അപ്രായമാണ്. ആർക്ക്? അബ്രഹാമിന്. അപ്പോൾ ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് എന്നിട്ട് വീണ്ടും ദൈവം നിർത്തുന്നില്ല, അവസാനിപ്പിക്കുന്നില്ല. ദൈവം പറയുന്നുണ്ട്, ഈ കുഞ്ഞിനെ ഡോക്ടറാക്കാനോ വക്കീലാക്കാനോ എഞ്ചിനീയർ ആക്കാനോ ഒന്നുമല്ല പറഞ്ഞേ, കൊടുത്ത പാടെ പറയുന്നുണ്ടോ, നീ ഇവനെ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണം. നീ ഇവനെ, ഇസഹാക്കിനെ എനിക്ക് വേണ്ടി ഒന്ന് ഓമനിച്ച് കൊഞ്ചിച്ച് സമയങ്ങൾ കഴിഞ്ഞില്ല. എന്നിട്ട് വിശ്വാസികളുടെ പിതാവ് നമ്മൾ വിളിക്കുന്നത്, എന്തോ ഒരു വലിയ മനുഷ്യനാണ് ഈ പിതാവ്.
അങ്ങനെ തന്നെ വിളിക്കണം. അക്ഷരത്തെറ്റില്ലാതെ വിശ്വാസികളുടെ പിതാവ് എന്ന് തന്നെ വിളിക്കണം. കാരണം കൊടുത്ത മകനെ മോറിയ മകനും മുകളിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കണം. അവിടെയും പ്രതിസന്ധി അബ്രഹാമിന് അവസാനിക്കുന്നില്ല കേട്ടോ. മല ചവിട്ടി മലയുടെ മുകളിലേക്ക് അബ്രഹാം പോകുമ്പോൾ ഈ കൊച്ചുകുട്ടി കുറുമ്പൻ ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്, അപ്പാ നമ്മ എവിടാ പോന്നേ? ബലിയർപ്പിക്കാൻ പോവാ. അപ്പൊ വീണ്ടും കുറുമ്പൻ ചോദിക്കുന്നുണ്ട്, ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്, അപ്പാ ബലിക്കുള്ള ബലിവസ്തുക്കൾ എവിടെ? ഒരപ്പന്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന സമയമാണ്. മുന്നോട്ട് കാൽച്ചുവടുകൾ വെക്കുവാൻ കഴിയാത്തൊരവസ്ഥയിൽ അബ്രഹാം പറയുന്നുണ്ട്, മകനെ അതെല്ലാം ആര് തന്നുകൊള്ളും? ദൈവം തന്നുകൊള്ളും. ഇത്തരം മനുഷ്യരുണ്ടല്ലോ. ദൈവത്തെ അന്വേഷിച്ച് മലയുടെ മുകളിൽ ചെന്നപ്പോഴും അവിടെയും പ്രതിസന്ധികൾ അവസാനിക്കുന്നില്ലെന്നറിഞ്ഞപ്പോ ആ ദൈവം ഉണ്ടെന്ന് പറയുന്ന മനുഷ്യർ അവർ ദൈവത്തെ അന്വേഷിച്ചവരാ. അബ്രഹാമിന്റെ മോറിയുടെ മലമുകളിലേക്കുള്ള യാത്ര ഒരു വല്ലാത്ത അന്വേഷണമാണ്. ദൈവത്തിലെത്തിച്ചേരുന്ന ഒരു വല്ലാത്ത അന്വേഷണം. യോബിനുണ്ട് പറയാൻ ഒരുപാട് പ്രതിസന്ധികൾ. ഈ രാത്രിയിൽ അങ്ങനെ ഒരു പിതാവിനെയാണ് നാം ഓർക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്, ഉമ്മറക്കോലായിൽ കാലൊന്ന് തെറ്റുമ്പോ, പാടവരമ്പത്ത് വിതറിയ വിത്തുകൾ കാറ്റിന്റെ വേഗതയിൽ ഫലമില്ലാതെ നശിച്ചു പോയപ്പോ, ആഗ്രഹിച്ചത് ലഭിക്കാതെ പോയപ്പോ നമ്മുടെ കാരണവന്മാർ വിളിച്ചിരുന്നു, എൻ്റെ കല്ലട വല്ലിപ്പുപ്പ. ഇത് മാർത്തോമാ ശ്ലീഹ കർത്താവിനെ തിരിച്ചറിഞ്ഞതുപോലെയാണ്. അതുവരെ എല്ലാവരും കർത്താവിനെ ഗുരു എന്ന് വിളിച്ചോളൂ. നിക്കോദിമോസ് എന്താ വിളിച്ച? റബ്ബി എന്നാ വിളിച്ചത്, ഗുരു എന്നാണ് വിളിച്ചത്. മാർത്തോമാ ശ്ലീഹ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ തിരിച്ചറിഞ്ഞതിന് ശേഷം റബ്ബിയിൽ നിന്നും റബോനിയിലേക്കുള്ള ദൂരമാണ് മാർത്തോമായുടെ വിളി. അതെന്ത് വിളിയാണ്? എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അതുവരെ കർത്താവും ദൈവവും ഉള്ളായിരുന്നു. മാർത്തോമ എന്ത് കൂട്ടിച്ചേർത്തു? എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ഇതൊരു ആത്മബന്ധത്തിൻ്റെ തിരിച്ചറിവാണ്. ഇത് അന്വേഷിച്ചെത്തുന്നവനെ അത് അനുഭവിക്കുവാനുള്ള അവകാശമുള്ളൂ. അന്വേഷിക്കുന്നവന് മാത്രമേ അനുഭവിക്കുവാനുള്ള അവകാശമുള്ളൂ. ആ കല്ലടയുടെ മണ്ണിൽ അന്തിവിശ്രമം കൊള്ളുന്ന മോർ അന്ത്രയോസിന്റെ കബറിടത്തിലേക്ക് അന്വേഷിച്ചു ചെല്ലുന്ന ഓരോ ജനതയ്ക്കും അനുഭവിക്കുവാനുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നും ആ പിതാവ് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഒരേ ഒരു ചിന്തയാണ് ഈ സന്ധ്യയിൽ പങ്കുവച്ചത്. The one who seeks for the true God. സത്യദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറണം. തുറബ്ദീനിൽ നിന്ന് എത്രയോ മൈലുകളും ദൂരങ്ങളും താണ്ടി കൊടുങ്ങല്ലൂരിലെത്തിയ ഒരു വൃദ്ധനായ അബ്രഹാമിനെ പോലെ പറുവൃദ്ധനായ മനുഷ്യൻ ഇങ്ങ് കല്ലടയുടെ മണ്ണിൽ ഒരു ജനഹൃദയത്തിൻ്റെ വികാരമായി മാറണമെങ്കിൽ ദൈവത്തെ അന്വേഷിച്ച സത്യ അന്വേഷിയായ ഒരു പിതാവായിരുന്നു മോർ അന്ത്രയോസ്. ആ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുമ്പോൾ ഈ വലിയ നോമ്പിൻ്റെ അനുഭവത്തിലേക്ക് ആരംഭം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം കാതിൽ മുഴങ്ങട്ടെ. അന്വേഷണം കർമ്മമാണ്, കണ്ടെത്തുക അനുഭവമാണ്. അന്വേഷിച്ചവൻ്റെ അവകാശമാണ് അനുഭവിക്കുക എന്നുള്ളത്. നിങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ലെങ്കിൽ ആരംഭം കർമ്മം അന്വേഷണമാണ്. അന്വേഷിക്കാതെ ഒന്നും കണ്ടെത്തുകയില്ല. ഈ പിതാവിൻ്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്ന വലിയൊരു ഉപദേശമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ഏതൊരു മനുഷ്യനും അവൻ്റെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ദൈവത്തെ അനുഭവിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ആ അനുഭവത്തെ മറ്റുള്ളവരിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ ആ പിതാവിനെ പോലെ സാധിക്കട്ടെ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദ ശതകത്തിലെ മനോഹരമായ ഒരു ഇരടിയുണ്ട്. അതിങ്ങനെയാണ്: അവനിവനെന്നറിയുന്നതൊക്കെ അവനിയിലോർത്താൽ അവനിയിൽ ആദ്യമമായ ഒരു ആത്മരൂപം, അവനവൻ ആത്മസുഖത്തിൻ ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദ്യമമായ ഒരു ആത്മരൂപം, അവനവൻ ആത്മസുഖത്തിൻ ആചരിക്കുന്നവ
അപരന് സുഖത്തിനായി വരയണം. അങ്ങനെ വരട്ടെ. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി പറയുന്നുണ്ട്, ഒരാൾ സഞ്ചരിക്കുന്ന വഴിയെ അയാൾക്ക് മഹത്വമുള്ളതാക്കാം, എന്നാൽ വഴിക്ക് ആരെയും മഹാനാക്കാൻ കഴിയില്ല. ഒരാൾ സഞ്ചരിക്കുന്ന വഴിയെ അയാൾക്ക് മഹത്വമുള്ളതാക്കാം, എന്നാൽ ഒരു വഴിക്കും ഒരാളെയും മഹാനാക്കാൻ കഴിയില്ല. കേരളത്തിലേക്കുള്ള വഴിയോ കൊടുങ്ങല്ലൂരിലേക്കുള്ള വഴിയോ കുറുപ്പമ്പടിയും പുത്തൻകാവും മണർകാടും കല്ലടയിലേക്കുള്ള വഴിയോ അല്ല അന്ത്രയോസ് ബാവയെ മഹാനാക്കിയത്. തിരിച്ച് മാർ അന്ത്രയോസ് ബാവയാണ് ഈ വഴിയെ മഹത്വമുള്ളതാക്കി തീർത്തത്. ആ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. നല്ല ശ്രദ്ധയ്ക്ക് നന്ദി. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.